ഞങ്ങൾക്ക് കിട്ടി ആ മാല. അതാ ഇത്രയും കമ്മലുകളും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ ബാഗും അടിപൊളി ബാഗായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ബാഗായിരുന്നു. പിന്നെ ബാഗിനകത്ത് ഒരു സാധനം കൂടെ വയ്ക്കാൻ പോയപ്പോഴാണ് കിട്ടിയത് എൻ്റെ ഫേവറേറ്റ്, എല്ലാവരുടെയും പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. അതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ലാക്മേഡതാണ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇനി അടുത്ത സാധനം ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം. ഇനി അടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. എനിക്കിഷ്ടം പോലെ ഡ്രസ്സ്, ഞാൻ എപ്പോഴും എല്ലാവരുടെയും നേരത്തെ പറയും കേട്ടോ, എനിക്ക് നിങ്ങളെല്ലാവരും ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക്, ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു തരണമെന്ന്. കാരണം എനിക്ക് അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോഴിതാ കുറച്ചധികം ഡ്രസ്സുകൾ ഞാൻ എല്ലാവരുടെയും പറയും, ഒരു പാൻറ്റൊന്നും വാങ്ങിക്കണ്ട, ഒരു പാൻറ്റിൻ്റെ വിലയ്ക്ക് ഒരു 3-4 ഉടുപ്പുകൾ ഒരുമിച്ച് വാങ്ങിച്ചിട്ടു. അങ്ങനെതാ ക്യൂട്ടായിട്ടുള്ള കുറച്ചധികം എനിക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ആദ്യം എടുത്ത വൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞെടുത്ത പച്ച. പിന്നെ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അടിപൊളിയല്ലേ, ഭയങ്കര രസമാണ്. ഇതിലെ ആ ഫ്ലോറൽ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് എല്ലാം ഫേവറേറ്റ്, ഒന്നിനൊന്ന് എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസാണ് എല്ലാം. അതായത് ഒരു ഷർട്ടാണ് കേട്ടോ, ഫ്രണ്ട് ഇങ്ങനെ കയറി ബാക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു മോഡൽ ഷർട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ആ പൂവൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആ കൊച്ച് ഗിഫ്റ്റ് തന്ന ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ട് കഴുകി കേട്ടോ. അതാണ് ഈ കൊരത്തിയിരിക്കുന്നത്, നല്ല അടിപൊളി ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഐറ്റമാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി വൈസ് എല്ലാം അടിപൊളി, ഒരു ജോഗർ പാൻറ്റാണ്. അത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പറാണ് കേട്ടോ അത്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ എപ്പോഴും പറയാമായിരുന്നു ഈ ഫോട്ടോ എന്തായാലും ഫ്രെയിം ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് മമ്മി ഇത് സർപ്രൈസായിട്ട് ഫ്രെയിം ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര ആ കൊച്ചാണ് റെഡി ആക്കിയെന്ന് വിട്ടിരുന്ന് പറയുകയാണെ. പക്ഷേ എനിക്ക് മമ്മിയാണ് തന്നത്, അതുകൊണ്ട് ഞാൻ മമ്മിയുടെ പേരെ പറയാറുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത ഐറ്റം നിങ്ങൾ ഞെട്ടും ഗൈസ്. അടുത്ത എന്താണ്, എൻ്റെ സിൽക്കിയെ പോലെ ഒരാൾ എൻ്റെ സെയിം സിൽക്കിയുടെ അതേ രൂപസാദൃശ്യമുള്ള സിൽക്കി തന്നെ ഒരു തവണ ഞെട്ടിപ്പോയി കേട്ടോ ഇത് കണ്ടിട്ട്. ആദ്യം സിൽക്കി വിചാരിച്ച് സിൽക്കിക്ക് പകരം വേറെ ആരെയോ കൊണ്ടുവന്നതാണെന്നേ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ സിൽക്കിയെ പോലെ അതുപോലെയാണ് തോന്നിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇത് കണ്ടിട്ട് ഞാൻ സിൽക്കിയെ വിളിക്കുന്നുണ്ട്, സിൽക്കി വാ ഇതിനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സിൽക്കി മൈൻഡ് ചെയ്യാതെ മാറിപ്പോയി കിടക്കുകയാണ്. സിൽക്കിക്ക് ആദ്യം കണ്ടപ്പോൾ സിൽക്കി ഒന്ന് പേടിച്ചായിരുന്നു, നല്ലതുപോലെ പേടിച്ചായിരുന്നു. കാരണം സിൽക്കിയെ പോലെ രൂപസാദൃശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇനി കിട്ടിയ ഡ്രസ്സുകളെല്ലാം ഞാൻ കിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഉടുപ്പ്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ഈ ഉടുപ്പ് മാത്രമാണ്, പാൻറ്റ് അതല്ല കേട്ടോ, പാൻറ്റ് വേറെയാണേ. ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈറ്റ് ഇങ്ങനെ ഫുൾ സ്ലീവൊക്കെ ഭയങ്കര